ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, സുവേന്ദു അധികാരി സർക്കാർ ബംഗാളിൽ അധികാരമേറ്റ് 24 മണിക്കൂർ തികയും മുമ്പ് തന്റെ വലങ്കയും PA-യുമായിരുന്ന ചന്ദ്രനാഥ് റത്തിന്റെ കൊലയാളികളായ 3 പേരെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉത്തർപ്രദേശിൽ നിന്നാണ് 3 പേരെ ബംഗാൾ SIT ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഈ 3 പേരും വാടക കൊലയാളികളാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. അതുകൊണ്ട് തന്നെ പോലീസ് ഇവരുടെ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല. കാരണം ഇവരെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവരുടെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രമാര് എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഇവരെ വാടകയ്ക്ക് ആരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി ഏൽപ്പിച്ചത് എന്ന് അറിയാനുണ്ട്. കഴിഞ്ഞ ദിവസം ബീഹാറിലും ജാർഖണ്ഡിലും അടക്കം വലിയ രീതിയിൽ തന്നെ ഒരു ഓപ്പറേഷൻ ബംഗാൾ പോലീസ് അവരുടെ SIT നടത്തിയിരുന്നു. അതിൽ ബീഹാറിലെ ബക്സറിൽ നിന്നും വിശാൽ എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിശാൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. അനവധി ക്രിമിനൽ കേസുകളും കൊലക്കേസുകളും അടക്കം പ്രതികളാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ശൃംഖല തന്നെ വാടക കൊലയാളികളെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു സുവേന്ദു അധികാരിയുടെ PA വധിച്ചത് എന്നുള്ള ഒരു വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും വലിയൊരു നീക്കം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സുവേന്ദു അധികാരിയുടെ അമ്മയുടെ ഒരു ബൈറ്റ് ഒരു ദേശീയ ചാനൽ പുറത്തുവിട്ടിരുന്നു. അതിൽ ആ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒന്ന് ആർജേക്കർ പീഡനം അനുഭവിച്ച് കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ നീതി വേണം. ഒപ്പം തന്നെ ഈ സുവേന്ദു അധികാരിയുടെ PA കൊന്നവരെ കടുത്ത ശിക്ഷ തന്നെ നൽകണം. ഈ 2 കാര്യങ്ങൾ മാത്രമേ തനിക്ക് മകനോട് പറയാനുള്ളൂ. അത് മകൻ മുഖ്യമന്ത്രി ആയാലും അല്ലെങ്കിലും അത് ചെയ്തേ മതിയാകൂ എന്ന് ആ അമ്മ പറഞ്ഞിരിക്കുന്നു. ഏതായാലും ആ അമ്മയുടെ വാക്ക് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അധികാരം വിട്ട് 24 മണിക്കൂർ തികയും മുമ്പ് സുവേന്ദു അധികാരിയുടെ ഒരു പിന്നൽ നീക്കമെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ. ന്യൂസ് ഡെസ്ക് മലയാളം.